അല്ല, ഞങ്ങളിപ്പോൾ ഘടകകക്ഷി നേതാക്കൾ RJD തേജസ്വി യാദവുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖർഗെജിയും അതുപോലെ തന്നെ CPI MLന്റെ പ്രവർത്തകരും മറ്റു പാർട്ടികളുമായിട്ട് സംസാരിക്കും. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ട് അല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടികളും വിശ്വസിക്കുന്നില്ല. ഇന്നലെ റിസൾട്ട് വന്നത് മുതൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം 90% സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത്. നിങ്ങൾ എടുത്തു നോക്കി, 84-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന ഇലക്ഷൻ ഇന്ത്യയിൽ ഉണ്ടായത്. അവിടെ പോലും കോൺഗ്രസിന് 90% സ്ട്രൈക്ക് റേറ്റ് ഇല്ലായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ 90% പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അത്തരം അപൂർവമായ സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തവരാണ്. അത്തരം അത്യപൂർവമായ സാഹചര്യങ്ങൾ, അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യം ബീഹാറിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17C ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ്. തേജസ്വി യാദവുമായിട്ടും അതുപോലെ തന്നെ ദീപാങ്കർ ഭട്ടാചാര്യമായിട്ടും അതുപോലെ മറ്റ് അലയൻസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, വോട്ട് കൊള്ളയാണെന്നല്ല. നമ്മൾ ഹരിയാനയിൽ ഇത് പറഞ്ഞപ്പോൾ അന്ന് ആരും വിശ്വസിച്ചില്ല. ഹരിയാനയിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളിത് പറഞ്ഞതാണ്. ഇത് വ്യക്തമാണ്. 19 ഇലക്ഷൻ കേസുകൾ ഇപ്പോൾ അവിടെ ഉണ്ട്, കോടതികളിലുണ്ട്. നിങ്ങൾ പറഞ്ഞ കോടതിയിൽ 19 ഇലക്ഷൻ കേസുകൾ ഹരിയാനയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. ഇത് കൂടാതെ അന്ന് പറഞ്ഞ കാര്യങ്ങളും തീയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അതിന് ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. SIR ഇപ്പോൾ നടപ്പിലാക്കുന്നു. നിങ്ങൾ കേരളത്തിലെ കാര്യം അറിയാം. കേരളത്തിൽ ഇപ്പോൾ SIR നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി എല്ലാവരും മൊഴി എടുക്കുമ്പോൾ അതേ ടൈം തെരഞ്ഞെടുത്തിട്ട് SIR നടത്തുകയാണ്. ഉദ്ദേശം എന്താണ്? അപ്പോൾ ഇവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയും ഒന്നാകെ പറഞ്ഞിട്ടും ഒന്ന് മാറ്റാൻ പോലും തയ്യാറാവുന്നില്ല. ഇത് കൃത്യമായിട്ടുള്ള ഡിസൈനോട് നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ റിസൾട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്താൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. JDU എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് മാറിക്കളഞ്ഞാൽ അവർക്ക് പോലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇവിടെ പറ്റില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ JDU ഇങ്ങോട്ട് മാറി, JDU RJDയും കോൺഗ്രസും F2 എല്ലാം കൂടിയാലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ പാടില്ലാത്തവണ്ണമുള്ള സൈൻഡ് ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ മാനിപ്പുലേഷൻ ആണ്, സംശയമില്ല. ഇത് തോൽക്കുമ്പോൾ പറയുന്ന കാര്യമല്ല. ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ ആ വോട്ട് റിഫ്ലക്ട് ചെയ്യാത്ത റിസൾട്ടിലേക്ക് പോവാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികളും അതോടൊപ്പം തുടർ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, മോഡി പറഞ്ഞത് ഇതിപ്പോ കോൺഗ്രസിനെ പിളർക്കാനും ഇതൊക്കെ മോഡി പരിശ്രമിക്കുന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിലൊന്നും കോൺഗ്രസിന്റെ ഒരു നേതാവും വീഴാൻ പോണില്ല, കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം വീഴാൻ പോണില്ല. പാർലമെന്റ് ഇലക്ഷൻ മുമ്പും പറഞ്ഞിരുന്നു, ഞങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, എല്ലാവരും ജയിലിലാക്കി, എല്ലാം കോൺഗ്രസ് ഇല്ലാതാവും, ഇതോടെ തീർന്നു എന്ന് പാർലമെന്റ് ഇലക്ഷൻ മുമ്പ്. ഇതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല.